കർണാടകയിൽ മലയിടിച്ചിലിൽ അകപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 7ാം നാൾ. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ISROയുടെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പരിശോധിക്കാൻ ഉറച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ രാജേഷ് പറമ്പിൽ നൽകും. രാജേഷ്, കരസേന, നാവികസേന എന്നിവർക്കൊപ്പം ഉപഗ്രഹ ചിത്ര പരിശോധനയിലൂടെ ISROയും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിരാമി സൂചിപ്പിച്ചതുപോലെ തന്നെ കരനാവിക സേനകൾക്കൊപ്പം ISRO കൂടി രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്തുവാൻ ISRO വഴി ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായം കൂടി തേടിക്കൊണ്ടാണ് രക്ഷാദൗത്യം നടക്കുന്നത്. ISROയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ന് ലഭിക്കും. മലയിടിച്ചിലിന് തൊട്ടു മുമ്പുള്ള ചിത്രങ്ങൾ വഴി ഏതൊക്കെ വാഹനങ്ങൾ ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകും. അതുവഴി അർജുൻ ഓടിച്ചിരുന്ന ലോറി എവിടെ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം ലഭിക്കും എന്നാണ് കരുതുന്നത്. ഇതിന്റെ CCTV പരിശോധനയിൽ നിന്ന് അർജുന്റെ വാഹനം ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ലോറി ദുരന്ത സ്ഥലത്തു നിന്നും പിന്നീട് എങ്ങോട്ടും പോയിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങൾ വഴി വ്യക്തമായി കഴിഞ്ഞു. ലോറി പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളെ അറിയിച്ചു. വാഹനം കരയിൽ ഉണ്ടാകാൻ 99% പോലും സാധ്യത ഇല്ലെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ വാഹനം പുഴയിൽ ഒഴുകിപ്പോയതാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അർജുന്റെ ഫോൺ റിങ് ചെയ്തത് എങ്ങനെ? വാഹന നിർമ്മാതാക്കൾ പറഞ്ഞ പോലെ ലോറിയുടെ എഞ്ചിൻ ഓണായത് എങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്, ആശങ്ക നിലനിൽക്കുകയാണ്. ഏതായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് തന്നെയാണ് ഇന്ന് മുൻതൂക്കം കൊടുക്കുന്നത്. ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നാവികസേനയും കൂടുതൽ ഉപകരണങ്ങളുമായി രക്ഷാദൌത്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് രക്ഷാദൌത്യ സംഘത്തിന്റെ പ്രതീക്ഷ. അഭിരാമി. കർണാടകയിൽ മലയിടിച്ചിലകപ്പെട്ട അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 7ാം നാളാണ്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. രക്ഷാദൌത്യം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. അതേസമയം അർജുൻ സഞ്ചരിച്ച ട്രക്ക് കരയിലുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് കർണാടക കലക്ടർ നൽകുന്ന വിവരം. അർജുനായുള്ള കാത്തിരിപ്പ് കേരളം ഒന്നടങ്കം ഇപ്പോഴും തുടരുകയാണ്.